ഹലോ മക്കളെ, ദാലൻ സാർ വന്നിരിക്കുന്നു. ദ എയ്റോപ്ലെയിൻ എന്നുള്ള പോയം വെറും 10 മിനിറ്റിൽ പഠിപ്പിച്ചു തരാം. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, മീനിങ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മൊത്തം പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ പോയം പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് പോയി തകർക്കാം. ഓക്കെ, റെഡി? അപ്പോൾ പോയം എഴുതിയതിൻ്റെ പോയം എന്ന് പറയില്ല, പോയം എന്നാണ് പറയുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയം എന്ന് പറയാം. ഓക്കെ, ദ എയ്റോപ്ലെയിൻ. ഓക്കെ, ദ എയ്റോപ്ലെയിൻ ആണ് ബൈ ജീനി കർബി. ഓക്കെ, അപ്പം ജെനി എന്ന് പറയുമ്പോൾ ജീനി കർബി ആയിരിക്കും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ QR കോഡ് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് ജോയിൻ ചെയ്താൽ നോട്ട്സ് കിട്ടും ഫ്രീ ആയിട്ട്. ഓക്കെ, പിന്നെ മക്കളെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ്, അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിനും ഡീറ്റെയിൽ ക്ലാസ്, മാത്സ്, ഫിസിക്സ്, സയൻസ്, സോഷ്യൽ എല്ലാത്തിനും വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബാച്ച്. അടിപൊളി ബാച്ചാണ്, അടിപൊളി ക്ലാസ്സാണ്, വളരെ അഫോർഡബിൾ ഫീസാണ്. താഴെ വിളിച്ചാൽ നിങ്ങൾക്ക്, ഈ നമ്പേഴ്സിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പോയതിൽ 1, 2, 3, 4, 5 പാരഗ്രാഫ് അല്ല, 5 സ്റ്റാൻസ ഉണ്ട്. ഓരോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ പോവാം. ആദ്യം തന്നെ പോയം എന്താണ് പറയുന്നത് ബേസിക് ഐഡിയ നോക്കാം. ദ പോയം ഡിസ്ക്രൈബ്സ് ആൻ എയ്റോപ്ലെയിൻ. എന്താണ്? പേരിൽ പറഞ്ഞ പോലെ എയ്റോപ്ലെയിൻ ഉണ്ട്. സോറിങ്ങിന്റെ വേർഡ് മീനിങ് ആണ്. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നതിനെ പറയാ. ലൈക്ക് എ ജയന്റ് ലാർക്ക്, ഒരു പക്ഷിയാണ്. ഈ പക്ഷീൻ്റെ പേര് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ ഫോട്ടോ വെച്ച് കാണിച്ചു തരാം. ഒരു പക്ഷീനെ പോലെ ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പറന്നു പോവാണ്. ഇറ്റ്സ് ബ്രേവ് പൈലറ്റ്, അതിലെ പൈലറ്റ് ഗൈഡ്സ് ഇറ്റ്സ് ഹൈ ഇൻ ടു ദ സ്കൈ ബിഫോർ ഇറ്റ് ഗ്രേസ് ബാക്ക് ഫുള്ളി ടു എർത്ത്. സി, അതിങ്ങനെ മേലേക്ക് കൊണ്ടിട്ട് പൈലറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഹൈ ആയിട്ട് ഇപ്പോൾ തിരിച്ച് കൊണ്ടുവരുന്ന കഥയാണ് പറയുന്നത്. അതിൻ്റെ ഒരു പോയമാണ്, വളരെ സിമ്പിൾ. എയ്റോപ്ലെയിനെ പറ്റിയിട്ട് പോയമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓരോ ലൈൻ ബൈ ലൈൻ പറഞ്ഞാൽ വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട്, എന്നിട്ട് വേർഡ് മീനിങ്സ് ഒക്കെ നോക്കാം. ഓക്കെ, ലുക്ക് at the aeroplane up in the sky. നോക്കൂ ആ വിമാനത്തെ അങ്ങ് ആകാശത്തിലെ മുകളിൽ. അപ്പ് ഇൻ ദ സ്കൈ, അവിടെ ആകാശത്തിലെ ഒരു വിമാനം. സീംസ് ലൈക്ക് എ ജയന്റ് ലാർക്ക് എന്ന് പറയുന്നത് വലിയൊരു പക്ഷിയാണ്. പക്ഷി എന്ന് പറയുമ്പോൾ എന്താ, ഒരു പാട്ട് പാടുന്ന പക്ഷിയാണ്. നമ്മൾ വാനമ്പാടി എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പക്ഷി, ഒരു വലിയ ലാർക്ക് പോലെ. ഈ ലാർക്കിനെയാണ്, ഇതാണ് ലാർക്ക് കേട്ടോ, ഇതാണ് ലാർക്ക്. അപ്പോൾ വലിയൊരു വാനമ്പാടീനെ പോലെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ പറയുന്നത്. സോറിങ് ഓൺ ഹൈ. സോറിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് സ്മൂത്ത്ലി അറ്റ് ഗ്രേറ്റ്, ഇങ്ങനെ മേലേക്ക് പറക്കുന്നതിനാണ് സോറി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഉയരത്തിൽ അനായാസം പറക്കുന്നത്. ഓക്കെ, അതാണ് സോറി. ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക മുകളിലേക്ക്. ഓക്കെ, ഉണ്ടോ, ജയൻ ലാർക്ക് പോലെ ഇങ്ങനെ പറക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എയ്റോപ്ലെയിൻ എന്താണ്? ലുക്ക് അപ്പ് അറ്റ് എയ്റോപ്ലെയിൻ അപ്പ് ഇൻ ദ സ്കൈ സീംസ് ലൈക്ക് എ ജയൻ ലാർക്ക് സോറിങ് സോ ഹൈ. റൈമിംഗ് വേർഡ്സ് കിട്ടുന്നുണ്ട് ഏതെങ്കിലും? പ്ലെയിന് സ്കൈ, സ്കൈ ലാർക്ക്, സ്കൈ ഹൈ. അപ്പോൾ പ്ലെയിന് ലാർക്കില്ല. അപ്പോൾ സ്കൈയും ഹൈയും എന്താണ്, ഒരു റൈമിങ് തോന്നുന്നുണ്ട് അല്ലേ? അടുത്ത സ്റ്റാൻസ. സീ ഓൺ ഇറ്റ്സ് ഔട്ട്സ്പ്രെഡ് വിങ്. ഔട്ട്സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വിങ്. ഓക്കെ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് തുറന്നു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ബെഡ്ഷീറ്റൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ കളേഴ്സൊക്കെ സ്പ്രെഡ് ചെയ്തോളാൻ പറയും, ഇങ്ങനെ വിരിക്കുക. ഓക്കെ, അപ്പം ഔട്ട്സ്പ്രെഡ് വിങ്, ഇങ്ങനെ തുറന്നിരിക്കുന്ന വിങ്സ്. ഓക്കെ, ചിറകുകൾ. ഫ്ലാഷസ് ദ ലൈറ്റ്, ഒരു ചെറിയ ലൈറ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയ രാത്രിയൊക്കെ കാണാം ലൈറ്റൊക്കെ. There sits the pilot brave. ഭയങ്കര ബ്രേവ് ആയിട്ട്, ധൈര്യശാലിയായിട്ട്. ബ്രേവ് എന്ന് പറയുമ്പോൾ ധീരം, നല്ല ബ്രേവ് ആയിട്ട്. ഓക്കെ, ഗൈഡിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഭീകരനായ, ഒരു അടിപൊളിയായ പൈലറ്റ് ഉണ്ട്. അതിങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഗൈഡ് ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നല്ലേ. അപ്പം സീ ഓൺ ഇറ്റ്സ് ഔട്ട്സ്പ്രെഡ് വിങ്സ് ഫ്ലാഷസ് ദ ലൈറ്റ്. അപ്പോൾ വിങ്സിൽ ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. There sits the pilot brave. ഒരു ധീരമായുള്ള, എന്താണ്, ധീരമുള്ള പൈലറ്റ്. ഗൈഡിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്, അത് എങ്ങോട്ട് പോകണമെന്ന് കൊണ്ടുപോകുന്നു, അതിനിങ്ങനെ കറക്റ്റ് കൊണ്ടുപോകുന്നു. അടുത്ത സ്റ്റാൻസ. ഹാർക്ക് വാട്ട് എ വെയറിംഗ് സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. അപ്പോൾ ആദ്യം പറയാം, ഹാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലിസൺ, കേൾക്കൂ. അവർ കേൾക്കൂന്ന് പറയാം, കേട്ടോക്കെ ശ്രദ്ധിച്ച് കേൾക്കൂ. വാട്ട് എ വെയറിംഗ് സൗണ്ട്. വെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു കണ്ടിന്യൂസ് സോഫ്റ്റ് സൗണ്ട് മെയ്ഡ് ബൈ എ മൂവിങ് മെഷീൻ. ഇങ്ങനെ അങ്ങനത്തെ ഒരു സോഫ്റ്റ് സൗണ്ട് കേട്ടോ, അതിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെയറിംഗ് സൗണ്ട് എന്നാണ്. അപ്പോൾ വെയറിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു, പുതിയൊരു വാക്കായിരിക്കും. ഓക്കെ, വെയറിംഗ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സൗണ്ട്. ഇങ്ങനെ പ്ലെയിനിലൊക്കെ നിങ്ങൾ പോയിട്ട് സൈലൻ്റ് ആയിട്ട് പോയത്, ട്രെയിനിലാണെങ്കിൽ ചുക്കു ചുക്കു സോഫ്റ്റ് അല്ല, ഇല്ലെങ്കിൽ സോഫ്റ്റ് എന്നൊരു ഒച്ചരിക്കും. ഓക്കെ, കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. ത്രോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ട്. ഓക്കെ, അപ്പോൾ തൊണ്ടയിൽ നിന്ന് ഇങ്ങനത്തെ സൗണ്ടാണ് വരുന്നത്.
അപ്പോൾ തൊണ്ട ഇതിൻ്റെ ത്രോട്ട് എന്ന് പറയുമ്പോൾ എന്താ എഞ്ചിൻ വല്ലതായിരിക്കും ഉദ്ദേശിച്ചത്, പ്ലെയിൻ്റെ എഞ്ചിൻ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, പെർ പെർ ഓഫ് ദി എഞ്ചിൻ. എന്താണ് ഈ പെർ 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 എന്ന് പറഞ്ഞാൽ ഈ പൂച്ചകൾ പട്ടികൾ നമ്മൾ ബാർക്ക് ചെയ്യാന്ന് പറയും അല്ലേ, ബാർക്ക്. പൂച്ചകൾ നമ്മൾ പെർ ചെയ്യാന്ന് പറയും, മ്യാവ് അത് പറയും, അത് പെർ, അതാണ് പെർ എന്ന് പറയാം. ഓക്കെ, ലോ ജെന്റിൽ കണ്ടിന്യൂസ് ഹമ്മിങ് സൗണ്ട്, ഇങ്ങനെ മനസ്സിലായില്ലേ? ഓക്കെ, പൂച്ചയുടെ അവള് ഒച്ച. ഓക്കെ, പൂച്ചയുടെ പോലെ പെർ പെർ ഓഫ് ദി എഞ്ചിൻ, എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒച്ച. ഇറ്റ്സ് ഓൺലി നോട്ട്, ആകെ ഒരു സൗണ്ട് ഉണ്ടാക്കും, ഒരു നോട്ടുള്ളൂ. ഇപ്പം സരിഗ അങ്ങനെ അതിൽ ഒരു നോട്ട് ഇങ്ങനെ സാ, അതേപോലെ ഇങ്ങനെ ഇങ്ങനെ വേറെ വേറെ നോട്ടുകളല്ല, ഒരു നോട്ടുള്ളൂ, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ ഇറ്റിസ് എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇറ്റിസ് അല്ല. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകെയുള്ള, അതിൻ്റെ പൊസസീവ്, അതിൻ്റെ ആ പ്ലെയിൻ്റെ ആകെയുള്ള ഒരു നോട്ട്. ഓക്കെ, ഇനി നൗ ഹൈ ആൻഡ് ഹയർ യെറ്റ്, ഇപ്പം ഹൈ ആണ്, പൊങ്ങിയിരിക്കുകയാണ്, അതുക്കും പൊങ്ങിയിരിക്കുകയാണ്, പൊങ്ങി 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 എവിടെയോ പോയിക്കൊണ്ടിരിക്കുക. യെറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും മേലേക്ക്, അതിലും മേലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്വേർഡ് ഇറ്റ് ഗോസ്, ഇനി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിൽ ബട്ട് എ വെരി ടൈനി സ്പെക്ക്, സോറി, ടിൽ ബട്ട് എ ടൈനി സ്പെക്ക് എന്താ പറയുന്നത്, എവിടെ വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മേലേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്വേർഡ് ടിൽ എവിടെ വരെ, ടിൽ എന്ന് പറഞ്ഞാൽ അൺടിൽ, അൺടിൽ എന്ന് വെച്ചാൽ എവിടെ വരെ, ബട്ട് എവിടെ വരെ, ബട്ട് എ ടൈനി സ്പെക്ക്. ടൈനി സ്പെക്ക് എന്ന് പറഞ്ഞാൽ ചെറുതായി, ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട്, ഒരു കുഞ്ഞ് സ്പെക്ക്, സ്പെക്ക് ഓഫ് ഡസ്റ്റ്, നമ്മൾ ഡസ്റ്റിനൊക്കെ എന്താ പൊടിയില്ല, പൊടീനൊക്കെ പറയുന്ന സ്പെക്ക്. ഓക്കെ, അപ്പോൾ സ്പെക്ക്, അപ്പം അത്രയും ചെറുതാണ്, അപ്പം അത്രയും സ്പെക്ക് പോലെ ഒരു കുഞ്ഞ് സാധനം പോലെ. അപ്പോൾ നമ്മൾ പ്ലെയിനൊക്കെ ദൂരം, അടുത്തൊക്കെ വലുതായിരിക്കുമ്പോൾ ദൂരം ഭയങ്കര ചെറുതല്ല, ആ ഭയങ്കര ചെറുതാണെന്ന് ഉദ്ദേശിക്കുക, ഒരു ചെറിയ ഡോട്ട് പോലെ ആവുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്. എന്താണ് ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു അപ്പോസ്ട്രോഫി കിട്ടും മക്കളെ, എഗെയിൻസ്റ്റ്, എഗെയിൻസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ലാംഗ്വേജ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഗെയിൻസ് എന്ന് പറയും, ഷോർട്ട് ഫോം ഓഫ് എഗെയിൻസ്റ്റ്, എതിരെ. എന്തിൻ്റെ എതിരെയാണ് മക്കളെ, എതിരെ എന്ന് പറയുമ്പം ഇങ്ങനെ എഗെയിൻസ്റ്റ് എന്താ, എനിമി ആയിട്ടല്ല. ഓക്കെ, ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്. മക്കളെ ഇത് സ്വർഗ്ഗം വിചാരിക്കുക, അതിൻ്റെ ഇവിടെ കണ്ടു ചെറുതായിട്ട് നിങ്ങൾക്കൊരു പ്ലെയിൻ കാണുന്നുണ്ടോ, എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് മുൻപിൽ, അതിൻ്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, എഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്. അപ്പം സ്വർഗങ്ങളുടെ മുമ്പിൽ അതിന് കാണാം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം അത്രയും ഹൈ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും മുങ്ങിയിരിക്കുകയാണ് കുഞ്ഞതായിട്ട്. ഇനി നമ്മൾ പ്ലെയിൻ മേലേക്ക് പോയിട്ട് കുറേ കഴിയുമ്പോൾ താഴേക്ക് ലാൻഡ് ആവില്ല. അപ്പോൾ ലാൻഡിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓ ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ, വീണ്ടും വലുതായി, താഴേക്ക് വന്നു, കാരണം മേലും താഴേക്ക് വന്നു. ഓക്കെ, ബിഗ് ആസ് ബിഫോർ, വീണ്ടും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കാണുമ്പോൾ വലിയ പ്ലെയിന്, മേലേക്ക് പോകുമ്പോൾ ചെറുത്, പിന്നെ തിരിച്ചു വരുമ്പോൾ വലുതായി, വീണ്ടും ബിഗ് ആസ് ബിഫോർ, നേരത്തെ പോലെ വലുതായി. ഓക്കെ, ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ്, നല്ല സ്മൂത്ത് ആയിട്ട്, ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഓക്കെ, മനോഹരമായി. ഓക്കെ, അപ്പം ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ, താഴേക്ക് ഇങ്ങനെ എന്താണ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഗ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരിക. ഓക്കെ, ടു എർത്ത് വൺസ് മോർ, വീണ്ടും ഭൂമിയിലേക്ക് ഒന്നും കൂടി. ഓക്കെ, അപ്പോൾ ലാൻഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത്ര ഉള്ളു പോയി, വളരെ സിമ്പിളാണ്. അപ്പം നമ്മളെന്താ, എയ്റോപ്ലെയിൻ പറക്കുന്നതിൻ്റെ ആ ബ്യൂട്ടി ഒരു പക്ഷീനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് മേലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അതിൽ വിങ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിൽ ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നു, പൈലറ്റ് ഉണ്ട്, ബ്രേവ് പൈലറ്റ്. ഓക്കെ, പിന്നെന്താണ്, ഒരു സൗണ്ടിനെ പറ്റി പറയുന്നു അല്ലേ, ഇതുണ്ടാക്കുന്ന സൗണ്ട് കേൾക്കൂ, അതിന് ത്രോട്ട് അല്ലെ എഞ്ചിനിൽ വരുന്ന പെർപ്പർ കേൾക്കൂ. ഇനി എന്താണ്, മേലേക്ക് പോയി കുഞ്ഞ് കാണാത്ത അത്രയും വലുപ്പമായില്ലേ, അത്രയും ചെറുതാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും വലുതായി, വീണ്ടും എർത്തിലേക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പോയം, വളരെ സിമ്പിൾ പോയമാണ്. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ അതൊക്കെ നോട്ട്സിൽ കൊടുക്കാം, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളി ക്ലാസ് ആയിരിക്കും മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ട്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഏറ്റവും അഫോർഡബിൾ ഫീസിൽ ഏറ്റവും അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല, മാത്സും സയൻസും സോഷ്യലും എല്ലാ സബ്ജക്ട്സും ഉണ്ടാകുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്, ടാറ്റ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് കാണാൻ പറയാം. ഓക്കെ, ബൈ ബൈ.